ബിൻഡ് ആൻഡ് കൊലോങ് ലോഡ്ജ്. നമ്മൾ ഈ വീക്കെൻഡ് ഇവിടെ വന്നിരിക്കുകയാണ്. 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചാ വന്നിരിക്കുന്നത്. ഇത് ആഫ്രിക്കയിലെ നമ്മുടെ ഗാംബിയയിലെ തന്നെ ഒരു നല്ല താമസിക്കാനും ഒക്കെയുള്ള ഒരു റിസോർട്ടാണ്. പരിസ്ഥിതിയായിട്ട് ഇണങ്ങി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതായത് ഓയിസ്റ്റർ കട്ട് ചെയ്യാനും അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണാനും ഒക്കെ ഉള്ള ഒരു എക്സൈറ്റഡ് മൂഡിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇവിടെ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് നമുക്കിവിടെ ആൾക്കാര് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് ഇവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണു. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഓയിസ്റ്റർ ഹാർവെസ്റ്റിങ്ങും കുക്കിങ്ങും ഒക്കെ നോക്കി വരാം. ഇതാണ് ബിൻഡ് ആൻഡ് കൊലോങ് ലോഡ്ജ്. നമ്മുടെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയ, കോമൺ ഏരിയ ഇതാണ് ബിൻഡ് ആൻഡ് കൊലോങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള വഞ്ചിക്കാരൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഓയിസ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട്. വാ. Now it's time to go. Okay. Before you know water they go. അതന്നെ. Hi, how are you? Okay. ഇത് ഗാംബിയ റിവറിന്റെ ഒരു കൈവഴിയാണിത്. ഫസ്റ്റ് കൈവഴിയാണിത്. ഇവിടെ ഈ സൈഡുകളിലെല്ലാം കാണുന്നത് കണ്ടലുകളാണ്. അതിൻ്റെ സൈഡിലെല്ലാം മോയ്സ്ചർ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ സൈഡിലേക്ക് നോക്കിയാൽ അവിടെ കുറേ ഹട്ടുകൾ കാണാം. അതിലത്തെ ഹട്ടുകളുടെ സൈഡിലാണ് അടിയിൽ ഓയിസ്റ്റേഴ്സ് ഉണ്ട്. ഓയിസ്റ്ററുകൾ നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വഞ്ചിയിൽ പോണത്. ഈ വഞ്ചിയിൽ ഈ ചേട്ടൻ്റെ കൂടെ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഗാംബിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആൾക്കാരാ. അത് നമുക്ക് നമ്മുടെ ഓരോ അനുഭവത്തിൽ നിന്നും പ്രത്യേകം അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അവർ ഭയങ്കരമായിട്ട് സഹായിക്കും. ഇതാ, അപ്പം ഞങ്ങൾ പോയി ഓയിസ്റ്റർ ഹാർവെസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. കുഞ്ഞു വഞ്ചേട്ടാ, നീന്തലറിയില്ല, നല്ല ധൈര്യത്തിലാ പോണേ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ വഞ്ചിയിൽ ഓയിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാണ് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത്തിരി ടെൻഷനുണ്ട്, കാരണം എനിക്ക് നീന്തലറിയില്ല. പിന്നെ ഇവരുടെ കയ്യിലാണെങ്കിൽ എന്താ ലൈഫ് ജാക്കറ്റ് ഇല്ല. എന്നാലും കുഴപ്പമില്ല, നല്ല സേഫുള്ള സ്ഥലം. ഇവിടെ അധികം താഴ്ചയില്ല എന്നാണ് നമ്മളിത് വെള്ളം ഇറങ്ങിപ്പോയ സമയത്ത് കണ്ടിരുന്നു. ഇവിടെ ഒന്നും അധികം താഴ്ചയില്ല, നമുക്കൊക്കെ നിൽക്കാവുന്ന. മുട്ടിന്റെ വെള്ളം ഉണ്ടാവുള്ളൂ. അല്ല, ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു അരവര ഉണ്ടാവും, അവിടെയൊക്കെ മുട്ടിന് താഴെ ഉണ്ടാവുള്ളൂ. ഇതാ കാണിച്ചേ, ഇതേ ഓയിസ്റ്റേഴ്സ് തൂങ്ങി കിടക്കുന്നതാണ്ട ഈ വീടുകളുടെ അടിയിലൊക്കെ ഉണ്ട്. നമ്മളിവിടെ എവിടെയെങ്കിലും സൈഡിൽ പോയിട്ട് കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇന്നത്തെ കുക്കിങ്ങിന് ചെയ്യാമെന്നൊക്കെയാണ് പറയണത്. നമുക്ക് നോക്കാട്ടാ. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോണ പോലെ ഉണ്ടല്ലേ, വെനീസിലത്തെ പോലെ. ഇതിനി വെള്ളം കയറും, ഒരു 11:30 വരെ കയറി ഇതിന്റെ മുകളിലേക്കൊക്കെ കയറും. ഒരു ഇപ്പൊ ഇവിടെ ഒരു മാർക്ക് കണ്ട കളർ വ്യത്യാസം, അവിടെ വരെ വെള്ളം വരും. പുള്ളിക്കാരൻ ഓരോന്നായിട്ട് വെട്ടി ഇതിലേക്ക് എടുക്കാണ്. The bigger one. Bigger one, yes.
എത്രയാല്ലേ? അവിടെ വലുതൊക്കെ ഉണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ വലുതൊക്കെ ഉണ്ട്. ഈ oyster തന്നെയാണ്. For you it is like experience. Yes. Yeah, like what? Oh my god. Yeah, maybe this. Yeah. Yo, don't go. Ah, yeah. Dip into the water. അതന്നെ ശരിക്ക് പോട്ടെ ആ കിട്ടി. കാണിച്ചത് ഇങ്ങോട്ട്. ബിഗ് വൺ. എന്റേതല്ല. ഇറ്റ്സ് ഓക്കെ. Oh, boat is going. Yeah. Got it. The roots of the mangrove type of fruit. 1 minute. Careful your hand, because for that one you are very sound. Can we cut the mangrove? No, you try. I don't know about you. Try. Oh, No, I can't take it. it won't be that deep. I got it. You can put at the back. Later you can head. You can take some. There is some, you see? Hoi. Close to the other house. Hoi. അപ്പുറ സൈഡിൽ നിന്ന് ജി ഹോയ് ഇത് കിട്ടും. ഞാൻ സൂപ്പർ വ്യൂലിട്ടേക്കണം. ഇത് കിട്ടും. Pass me. And close here. Let me try. Wait. Penggayam buki. ഞാനും നോക്കി. Hoi. ഇത് എത്ര തരും? പേരും ശിഷ്യന്മാരും ആ ശരിയാണല്ലോ. അപ്പൊ നമ്മള് ഇനി കഴിഞ്ഞ് പിടിച്ച് ഇവിടത്തെ അടിയിലേക്കൊന്നും ഇല്ല. ഇവിടെ അടിയിലൊന്നും ഇല്ലല്ലോ. ലീവ് വിട്ടോ. ഞാൻ ആദ്യം കയറും. അടുത്ത ട്രിപ്പ് പോകുന്നു. ഓയിസ്റ്റർ അവിടെ നിന്ന് അത്യാവശ്യം വെട്ടിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഇതായി കിടക്കണു. ആള് ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സംഭവം തുറന്നതൊക്കെ ഉണ്ട്. ഇത് തുറന്നിട്ടുള്ളതാ.
ഇതാണ് സംഭവം. ഇത് ഈ സംഭവം തന്നെയാണ് സാധാരണ ആൾക്കാർ പച്ചയ്ക്ക് കഴിക്കണതൊക്കെ, നാരങ്ങ പിഴിഞ്ഞിട്ട്. നമുക്കത് ശീലമില്ലാത്ത കാരണം നമുക്ക് പറ്റില്ല കേട്ടോ. നമ്മുടെ നേരത്തെ നമ്മൾ വെട്ടി കൊണ്ടുവന്ന ഓയിസ്റ്റർ ഇതിവിടെ പാത്രത്തിൽ ഇട്ടിട്ട് അവർ ആവി വയ്ക്കുന്നുണ്ട്. നല്ല ചൂടാണ്, വെള്ളത്തിലിട്ട് ആവി പിടിപ്പിക്കുക. ഷോമി I'm coming. Yeah, see? അപ്പോൾ അത് ബോയിൽ ചെയ്ത് അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആള്. കൈ കൊണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവര് നമ്മൾ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് പൊരിച്ച് വൃത്തിയാക്കി പ്ലേറ്റിലാക്കി കൊണ്ടുവന്നോളൂ. മൂന്നെണ്ണം പൊളിച്ചിട്ട് ക്ലസ്റ്റർ പോലെ വേണ്ട. 1 2 3. ഞങ്ങളുടെ സ്വന്തം ആള് കക്കയെല്ലാം വീട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കക്ക ശരിയാക്കി കൊണ്ടു. യെസ്, ഹീസ് ഒമർ. ഞങ്ങൾക്ക് കക്ക എടുക്കാനും ഞങ്ങളുടെ കൂടെ വന്ന് വൃത്തിയാക്കി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അടിപൊളി. ഇനി ഇതിൻ്റെ അഴുക്ക് കളഞ്ഞ്, അത് ഇവർക്ക് ചെയ്യാൻ അറിയില്ല തോന്നുന്നു. ഞാനിത് എന്തായാലും ഫ്രീസറിൽ വെച്ച് നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഓയിസ്റ്റർ നമ്മൾ കട്ട് ചെയ്തതിലും അതിനെ ബോയിൽ ചെയ്തതൊക്കെ കണ്ടു. അത് ബോയിൽ ചെയ്ത് എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളിനി അത് കുക്ക് ചെയ്യുന്നില്ല. നമ്മുടെ കുക്കിംഗ് വീഡിയോ നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. ഞാനത് ഫ്രീസ് ചെയ്തത് വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം നമ്മുടെ രീതിയിൽ. കാരണം ഇവിടുത്തെ ഒരു ഇത്തിരി അധികം സ്പൈസ് ഒന്നും ഇടാതെ ഇത്തിരി പുഴുങ്ങിയ ടൈപ്പിലാണ്. അത് നമ്മൾ മലയാളികൾക്ക് അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ ഓയിസ്റ്റർ ഹാർവെസ്റ്റിങ്ങും ബോയിലിങ്ങും അതിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും ഒരു ബൈ. ഇനിയും കാണാം. ബിൻഡാൻ പോലോങ്ങിന്ന് റിയൽ ആഫ്രിക്ക ബൈ ഗ്രേറ്റ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.